ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾക്ക് അമ്പഴങ്ങ അച്ചാർ ഇട്ടാലോ? ഈ സമയത്താണ് നമ്മൾക്ക് തീരെ മൂക്കാത്ത അമ്പഴങ്ങ കിട്ടുന്ന സമയം. അപ്പം ഞാൻ കുറച്ച് അമ്പഴങ്ങ ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും കുറച്ച് ദിവസം ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമാണ് അമ്പഴങ്ങ അച്ചാർ ഇടാറ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് വേഗം അച്ചാർ ഇടണം എന്ന് തോന്നിയാൽ പച്ച അമ്പഴങ്ങ അരിഞ്ഞിട്ട് കുറച്ച് സമയം ഉപ്പ് പുരട്ടി വെച്ചതിന് ശേഷവും ചെയ്യാം. എന്നാൽ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അമ്പഴങ്ങ ഉപ്പിലിട്ടതിന് ശേഷം അച്ചാർ ഇടുമ്പോഴാണ്. അപ്പോൾ നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഈ ഉപ്പിലിട്ട അമ്പഴങ്ങ നമുക്ക് 4 കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 4 നമുക്ക് ഓരോ അമ്പഴങ്ങയും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അമ്പഴങ്ങയെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എള്ളെണ്ണയാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് അച്ചാർ എപ്പോഴും എണ്ണയിൽ ഉപയോഗിക്കുന്ന ഇഷ്ടം. അതുമാത്രമല്ല അച്ചാർ കേടാവുകയില്ല എണ്ണയിലാവുമ്പോൾ. അപ്പം നമുക്കതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്ത് ഇടാം. ചതച്ചെടുത്താലും മതി കേട്ടോ. ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തത്, 2 അരിഞ്ഞെടുത്തത്. ഞാനിവിടെ ഇതുപോലെ 2 വെളുത്തുള്ളി, ഇതേപോലത്തെ 2 കുടം വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ് അച്ചാറിലേക്ക് ഇട്ടിരിക്കുന്നത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അല്പം വേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് പൊടികൾ ഇടാൻ. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും മുളക് പൊടി എടുത്തത് എന്താണെന്ന് വെച്ചാൽ അമ്പഴങ്ങ 1 കിലോ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇപ്പോൾ പൊടികളുടെ ആ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അല്പം ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അമ്പഴങ്ങ ഉപ്പിലിട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ, കൂടുതലൊന്നും ഒഴിക്കരുത്. നമുക്കൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇതിലേക്ക് അമ്പഴങ്ങ ഉപ്പിലിട്ട വെള്ളം ഒഴിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. കാരണം നമ്മളിത് ഉപ്പിലിട്ട് വെച്ച
അമ്പഴങ്ങയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഉപ്പുണ്ടാകും. പിന്നെ നമ്മൾ ടേസ്റ്റിന് വേണ്ടി ആ ഉപ്പിലിട്ട വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഉപ്പ് വേണോ വേണ്ടേന്ന്. ഒരല്പം ഉപ്പ് ആവശ്യമാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രേവി നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണം എന്നുണ്ടെങ്കിൽ അല്പം കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഉപ്പിലിട്ട വെള്ളം തന്നെ ഒഴിക്കണം, അതാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാക്കുക. ഞാനൊരല്പം കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് കേട്ടോ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കായപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കായം വറുത്ത് പൊടിച്ചിടാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ കായപ്പൊടി വേണം കേട്ടോ. അങ്ങനത്തെ കുറവ് ഇട്ടാൽ നമുക്ക് അങ്ങോട്ട് സ്മെല്ല് വരണില്ല. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ തന്നെ ഇടാം. അങ്ങനെ നമ്മുടെ സൂപ്പർ അമ്പഴങ്ങ അച്ചാർ തയ്യാറായിട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി അധികം നേരം ഇത് വേവിക്കേണ്ട, കാരണം ഉപ്പിലിട്ടിരിക്കുന്നതുകൊണ്ടേ ഇത് ഒരുവിധം നമ്മൾ കുറച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എന്നാലും കുറേ നാൾ ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങളെപ്പോഴും അമ്പഴങ്ങ അച്ചാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിൽ വേണം വാങ്ങിക്കാൻ. അപ്പോഴേ നമുക്കിങ്ങനെ മൂക്കാത്ത അമ്പഴങ്ങ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ചകിരിയായി പോവും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ജൂൺ ജൂലൈ മാസം നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ചെറിയ ടിപ്പ് ഉണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു അല്പം പഞ്ചസാര, ഒരു ടേസ്റ്റിന്, അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. അധികമൊന്നും വേണ്ട, ഒരു ടീസ്പൂണൊക്കെ അച്ചാറിനേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ശർക്കര ആയാലും മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം ശർക്കര ആയാലും ഇട്ടാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ അച്ചാർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.